എല്ലാവർക്കും ആർഡിനോ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആർഡിനോ എന്നാൽ എന്താണെന്നാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ഇവിടെ ആർഡിനോ ഇരിക്കുന്നത്. സോ നമുക്ക് ആർഡിനോയുടെ ഒരു ചിപ്സെറ്റ് ബോർഡ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആർഡിനോ ബോർഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ആർഡിനോ UNO ബോർഡ് എന്ന് പറയുന്നത്. ഒരു ബോർഡ് നമുക്കിവിടെ വയ്ക്കാം. സോ ഈ ഒരു ബോർഡാണ് നമ്മൾ ആർഡിനോ എന്ന് പറയുന്നത്. സോ ഈ ഒരു ആർഡിനോ എന്ന് പറയുന്നത് പല ഷേപ്സിലും പല സൈസിലും അവൈലബിൾ ആണ്. സോ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് UNO ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ UNO എന്ന് കാണാനായിട്ട് സാധിക്കും. സോ ഇത് ആർഡിനോ UNO മോഡലാണ്. സോ ഈ ഒരു ആർഡിനോ UNO മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ഈ ഒരു ആർഡിനോ UNO ബോർഡിൽ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ച് ബ്ലാക്ക് ഹോൾസുകൾ കാണുവാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെ ഇൻപുട്ടുകളാണ്. ഈ ഒരു ബോർഡിന് നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ടുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ബോർഡിനെ നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടലി വെച്ച് വേണം റീഡ് ചെയ്യാനായിട്ട്. ഇതൊക്കെ പവർ സോഴ്സിനുള്ള പിന്നുകളാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ആർഡിനോ 5 വോൾട്ട് അതായത് 5 വോൾട്ട് കൊടുത്ത് വേണം നമ്മൾ ഈ ഒരു ആർഡിനോ ചാർജ് ചെയ്യുവാനായിട്ട്. 5 വോൾട്ട്സ് ആണ് ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ പിന്നുകൾ കാണുവാനായിട്ട് സാധിക്കും. RAS 3.3 വോൾട്ട്, 5 വോൾട്ട്. ഈ GND എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. GND ഈ ഒരു ബോർഡിൽ GND എന്ന് എഴുതിയിരിക്കുന്നത് ഗ്രൗണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഒരു ഗ്രൗണ്ട് കണക്ഷൻ നമ്മൾ കൊടുക്കുവാനായിട്ട് GNDയിലോട്ട് വേണം നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുവാനായിട്ട്. സോ ഇവിടെ നമുക്ക് GND എന്ന് എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ VIN, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് A എന്ന് പറഞ്ഞ് കുറച്ച് നമ്പേഴ്സ് എഴുതുന്നത് കാണുവാനായിട്ട് സാധിക്കും. 0 തൊട്ട് 5 വരെയാണ് ഇവിടെ നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത്. A0, A1, A2, A3, A4, A5 എന്ന് ഇത്രയും A പിന്നുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ A0 തൊട്ട് 5 വരെയുള്ള പിൻസ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു പിൻസിലോട്ട് വേണം നമ്മൾ കണക്ഷൻ കൊടുക്കുവാനായിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ആർഡിനോയുടെ മെയിൻ ചിപ്പ് എന്ന് പറയുന്നത് നടുക്കിരിക്കുന്ന ഈ ഒരു ചിപ്പാണ്. അതേപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് സെൻസേഴ്സും LEDസും ബാക്കിയുള്ള എക്സ്റ്റേണൽ കമ്പോണൻസൊക്കെ നമ്മൾ ഈ ഒരു ചിപ്സിൽ വേണം കൊടുക്കാനായിട്ട്. സോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും 0, 1, 2, 3, 4, 5, 6, 7 എന്ന് പറയുന്ന 7 സെറ്റ് പിന്നും അതേപോലെ തന്നെ 9, 10, 11, 12 ഗ്രൗണ്ട് എന്നീ പറയുന്ന ഈ ഒരു രണ്ടാമത്തെ സെറ്റ് പിൻസുമാണുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് റീസെറ്റ് സ്വിച്ചാണ്. നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ എന്തെങ്കിലും ഫോൾട്ട് പറ്റി കഴിഞ്ഞാൽ ഈ ഒരു റീസെറ്റ് സ്വിച്ച് പുതുക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം മാറുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള LEDs കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു LED, അതുപോലെ തന്നെ ഇവിടെ 2 LED, ഇവിടെ 3 LED, ഇവിടെ 2 LED, ഇവിടെ 2 LED, ഇവിടെ 2 LED. C11, C13, C15, C12, C1 എന്ന് എഴുതിയിരിക്കുന്ന പിന്നുകളാണ് LED എന്ന് പറയുന്നത്. അതേപോലെ തന്നെ R17, R6, RX എന്ന് പറയുന്ന കുറച്ച് പിന്നുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് പവർ സപ്ലൈയും കോഡും എല്ലാം ചെയ്യേണ്ട ആ ഒരു പിന്ന് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെയാണ് നമ്മൾ എക്സ്റ്റേണലി കണക്ഷൻ കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ എക്സ്റ്റേണലി നമ്മളിവിടെ പ്രോഗ്രാമിങ്ങിനാണ് കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഇതുവഴി തന്നെ ചാർജും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. പ്രോഗ്രാം നമ്മൾ ഇതുവഴി ചെയ്യുന്നില്ല, ചാർജ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ചാർജിങ് പോർട്ടും അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു പോർട്ട് വെച്ച് നമുക്ക് ചാർജ് ചെയ്യുവാനായിട്ടും സാധിക്കുന്നതാണ്.